ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു കോളിഫ്ലവർ പെപ്പർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അതുപോലെ തന്നെ പൂരിയുടെ കൂടെയെല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതവിടെ ഒരു ചെറിയ കോളിഫ്ലവർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് അനുസരിച്ചിട്ട് എത്രത്തോളം വലുപ്പമുള്ള എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു ചെറുതാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. അതിന് വേണ്ടി ഞാൻ ഇതവിടെ ഈ ഒരു ബൗളിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിൽ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഇവിടെ ഒരു 3 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ ഇതിവിടെ പൊടിച്ചെടുത്തിട്ടാട്ടോ എനിക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇവിടെ ഒരു ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വെട്ടി തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം അവിടെ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് സമയമൊന്നും വേവിച്ചെടുക്കേണ്ട, 2 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതിവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെട്ടി തിളക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഇതെല്ലാം ഈ ഒരു പാത്രത്തിൽ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുള്ള ആ ഒരു കളറായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള നന്നായിട്ട് കനം കുറച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവാള നല്ല സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതിൻ്റെ ഒരു പച്ചക്കുത്തെല്ലാം ഇവിടെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിവിടെ മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 മിനിറ്റ് കൊണ്ട് നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വരും. അങ്ങനെ ഇതിവിടെ മൂടി വെച്ച് കൊടുത്ത് 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 2 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇവിടെ കാണിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ തക്കാളിയും സവാളയും നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു മുളക് പൊടി കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എരിവിന് വേണ്ടി നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ ഒരു പൊടികളുടെ പച്ചമണമെല്ലാം മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഈ ഒരു പൊടികളുടെ പച്ചമണൽ ഇവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച പൊടിയില്ല അത് ചേർത്ത് കൊടുക്കുക. മുഴുവനും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, പകുതി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മിക്സിയിൽ കുറച്ചായി കഴിഞ്ഞാൽ പൊടിഞ്ഞ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അത്ര എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് പകുതി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതന്നെ ചേർത്ത് കൊടുത്തപ്പോൾ നല്ല എരിവുണ്ടേനു കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും അടിപൊളി ടേസ്റ്റും ഉണ്ട്, നല്ല എരിവും ഉണ്ട്. എരിവ് കൂടുന്തോറും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു മസാലയെല്ലാം നന്നായിട്ട് കോളിഫ്ലവറിലൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടേനു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതിവിടെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെയും പൂരിയുടെയും എല്ലാം കൂടി കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കോളിഫ്ലവർ പെപ്പർ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉള്ളത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളി കളറുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല എരിവും ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടണേ, നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ.